ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യസ് ലേണിംഗ്. ഇന്ന് മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ 5ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്ര. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്ര. 2024 എത്ര പേർക്കാണ് ഭാരതരത്ന ബഹുമതി സമ്മാനിച്ചത്? 5 പേർ. 2024 എത്ര പേർക്കാണ് ഭാരതരത്ന ബഹുമതി സമ്മാനിച്ചത്? 5 പേർ. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തതെവിടെ? കൊച്ചി. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊച്ചി. 2024 പ്രഖ്യാപിച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയതാര്? റഫീഖ് അഹമ്മദ്. 2024 പ്രഖ്യാപിച്ച കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദ്. അപൂർവ രോഗപരിചരണത്തിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? കെയർ. അപൂർവ രോഗപരിചരണത്തിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? കെയർ. 2024 നടന്ന ICC അണ്ടർ-19 പുരുഷ വിഭാഗം ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ആര്? ഓസ്ട്രേലിയ. 2024 നടന്ന ICC അണ്ടർ-19 പുരുഷ വിഭാഗം ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. 2023 ഏഷ്യ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ ആര്? ഖത്തർ. 2023 ഏഷ്യ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ ആരാണ്? ഖത്തർ. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏത്? മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. 5ാമത് വിമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നതെവിടെ? കൊച്ചി. 5ാമത് വിമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? കൊച്ചി. മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള 2022-23 സ്വരാജ് ട്രോഫി നേടിയത് ആര്? വലിയ പറമ്പ. മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള 2022-23 സ്വരാജ് ട്രോഫി നേടിയത് ആരാണ്? വലിയ പറമ്പ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ ആര്? രവിചന്ദ്രൻ അശ്വിൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളറാണ് രവിചന്ദ്രൻ അശ്വിൻ. കേരളത്തിലെ ഏത് പ്രമുഖ വ്യവസായിയുടെ ആത്മകഥയാണ് ഇനിയും നടക്കാം? VKC മമ്മദ് കോയ. അപ്പോൾ ആരുടെ ആത്മകഥയാണ് ഇനിയും നടക്കാം? VKC മമ്മദ് കോയ. മാംസത്തിൻ്റെ രുചിയുള്ള അരിയായ മീറ്റി റൈസ് വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ്? ദക്ഷിണ കൊറിയ. മാംസത്തിൻ്റെ രുചിയുള്ള അരിയായ മീറ്റി റൈസ് വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ്? ദക്ഷിണ കൊറിയ. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയ വധവൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ജാപ്പനീസ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ലിഗ്നോസാറ്റ് ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? തടി കൊണ്ട് നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം. അപ്പോൾ തടി കൊണ്ട് നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ജാപ്പനീസ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ലിഗ്നോസാറ്റ് തടി കൊണ്ട് നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം. 71ാമത് ലോകസുന്ദരി മത്സരങ്ങൾ അരങ്ങേറിയ ഇന്ത്യൻ നഗരം ഏത്? മുംബൈ. 71ാമത് ലോകസുന്ദരി മത്സരങ്ങൾ അരങ്ങേറിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ. രാജ്യത്താദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം ഏത്? കേരളം. രാജ്യത്താദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് നൽകിയ പേരെന്ത്? BR അംബേദ്കർ ഭവൻ. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് നൽകിയ പേരാണ് BR അംബേദ്കർ ഭവൻ. എന്താണ് T50? രാജ്യത്തെ നീളം കൂടിയ റെയിൽവേ ടണൽ. എന്താണ് T50? രാജ്യത്തെ നീളം കൂടിയ റെയിൽവേ ടണൽ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതി? ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ടതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ പതാക നാട്ടിയത് എവിടെയാണ്? ഇംഫാൽ. ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ദേശീയ പതാക നാട്ടിയത് എവിടെയാണ്? ഇംഫാൽ. ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്? ജയപ്രകാശ് നാരായണൻ. ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്? ജയപ്രകാശ് നാരായൺ.
ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951-52. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951-52. ഏത് ഭാഷ സംസാരിക്കുന്നവർക്കായാണ് 1953 ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപവൽക്കരിച്ചത്? തെലുങ്ക്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായം നൽകിയ രാജ്യം? ബ്രിട്ടൻ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായം നൽകിയ രാജ്യം ബ്രിട്ടൻ. ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനം ഏതാണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഏത്? 1949 നവംബർ 26. ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഏതാണ്? 1949 നവംബർ 26. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രായപൂർത്തി വോട്ടവകാശം. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കാൻ സഹായകമായ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഭരണഘടനാ ഭാഗമേത്? നിർദ്ദേശക തത്വങ്ങൾ. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കാൻ സഹായകമായ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന സംവിധാനമാണ് നോട്ട. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന സംവിധാനമാണ് നോട്ട. ഇനി താഴെ പറയുന്നവയിൽ ആരുടെ തിരഞ്ഞെടുപ്പിലാണ് പാർലമെൻറ്റിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും വോട്ടവകാശമുള്ളത്? ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ ഓപ്ഷനിൽ രാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ഉത്തരം ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിലാണ് പാർലമെൻറ്റിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും വോട്ടവകാശമുള്ളത്. കേരള സംസ്ഥാനം പിറവിയെടുക്കുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായ ജില്ല ഏതാണ്? മലബാറാണ്. കേരള സംസ്ഥാനം പിറവിയെടുക്കുമ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായ ജില്ലയാണ് മലബാർ. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? പെരിയാർ വന്യജീവി സങ്കേതം. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി ഇപ്പോൾ അറിയപ്പെടുന്ന പേര് പെരിയാർ വന്യജീവി സങ്കേതം. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 9. കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിനായി കോരിയെടുത്ത മണ്ണും ചെളിയും ചേർന്ന് രൂപം കൊണ്ട ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിനായി കോരിയെടുത്ത മണ്ണും ചെളിയും ചേർന്ന് രൂപം കൊണ്ട ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള കേരളത്തിലെ ജില്ല ഏത്? എറണാകുളം. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം ഏതാണ്? മലനാട്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ഭൂപ്രദേശം മലനാട്. ഇനി കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ചിന്നാർ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ചിന്നാർ. ഇനി പമ്പ നദിയുടെ പ്രധാന പോഷക നദിയാണ് കക്കി, കല്ലാർ, അഴുത. പമ്പ നദിയുടെ പ്രധാന പോഷക നദി ഏതൊക്കെയാണ്? കക്കി, കല്ലാർ, അഴുത. ഇനി കേരളത്തെ പറ്റിയുള്ള 3 പ്രസ്താവനകളാണ്. വലിപ്പത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ജനസംഖ്യയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 2.76% കേരളത്തിലേത്. അപ്പോൾ വലിപ്പത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21, എന്നാൽ ജനസംഖ്യയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 2.76% കേരളത്തിലേതാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണം പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണമാണ് പയ്യന്നൂർ.
മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരൻ ആരായിരുന്നു? ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരൻ ആരായിരുന്നു? ഡോക്ടർ പൽപ്പു. ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി ആരാണ്? കുമാരനാശാൻ. ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി കുമാരനാശാൻ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായി അറിയപ്പെടുന്നത് ഏതാണ്? സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായി അറിയപ്പെടുന്നത് സമത്വ സമാജം. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദൻ എന്നിവരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. അപ്പോൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദൻ എന്നിവരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. പ്രതിവാര നറുക്കെടുപ്പുള്ള കേരള സംസ്ഥാന ലോട്ടറികളിൽ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള ലോട്ടറി ഏത്? 50-50. പ്രതിവാര നറുക്കെടുപ്പുള്ള കേരള സംസ്ഥാന ലോട്ടറികളിൽ ഏറ്റവും ഉയർന്ന ഒന്നാം സമ്മാന തുകയുള്ള ലോട്ടറിയാണ് 50-50. ഡക്ക്വർത്ത് ലൂയിസ് നിയമം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ഡക്ക്വർത്ത് ലൂയിസ് നിയമം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ഭാരതരത്ന പുരസ്കാരം നേടിയ ഏക കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഭാരതരത്ന പുരസ്കാരം നേടിയ ഏക കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആറന്മുള. വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറന്മുള. ക്യാൻഫെഡിൻ്റെ പ്രവർത്തനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അനൗപചാരിക വിദ്യാഭ്യാസം. അപ്പോൾ ക്യാൻഫെഡിൻ്റെ പ്രവർത്തനം അനൗപചാരിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. കൊച്ചി മുസിരിസ് ബിനാലെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കലാപ്രദർശനം. കൊച്ചി മുസിരിസ് ബിനാലെ കലാപ്രദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉത്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്താണ്? ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലവക്ഷമ ബലം. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുളിപ്പുള്ള പഴങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. വൈറ്റമിൻ സി പുളിപ്പുള്ള പഴങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഏത് പോഷകത്തിൻ്റെ അഭാവമാണ് തൊണ്ടമുഴയ്ക്ക് കാരണമാകുന്നത്? അയഡിൻ. തൊണ്ടമുഴയ്ക്ക് കാരണമാകുന്നത് അയഡിൻ. HIV AIDS ബോധവൽക്കരണത്തിൻ്റെ ചിഹ്നം ഏതാണ്? റെഡ് റിബൺ. റെഡ് റിബൺ HIV AIDS ബോധവൽക്കരണത്തിൻ്റെ ചിഹ്നമാണ്. അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണം ഫംഗസ് ആണ്. അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണം ഫംഗസ്. 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദം എങ്ങനെ അറിയപ്പെടുന്നു? അൾട്രാസോണിക് ശബ്ദം. 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദം അൾട്രാസോണിക് ശബ്ദം. ഒരു കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ എന്നറിയപ്പെടുന്ന അളവ് എത്രയാണ്? 746 വാട്ട്. 746 വാട്ടാണ് ഒരു കുതിരശക്തി. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുകയും കൂടുതൽ വിസ്തൃതി ദൃശ്യമാവുകയും ചെയ്യുന്ന ദർപ്പണമേത്? കോൺവെക്സ്. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുകയും കൂടുതൽ വിസ്തൃതി ദൃശ്യമാവുകയും ചെയ്യുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. ബഹിരാകാശ സഞ്ചാരികൾ ആശയവിനിമയത്തിനായി റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണമെന്താണ്? ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കാത്തതിനാൽ. ബഹിരാകാശ സഞ്ചാരികൾ ആശയവിനിമയത്തിനായി റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണമെന്താണ്? ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കാത്തതിനാൽ. ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കുള്ള നിര ഏത്? ശിവാലിക്. ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കുള്ള നിര ശിവാലിക്. കറൻസി നോട്ടുകളിൽ എല്ലാം തന്നെ എവറസ്റ്റ് കൊടുമുടി ആലേഖനം ചെയ്തിട്ടുള്ള രാജ്യമേതാണ്? നേപ്പാൾ. കറൻസി നോട്ടുകളിലെല്ലാം തന്നെ എവറസ്റ്റ് കൊടുമുടി ആലേഖനം ചെയ്തിട്ടുള്ള രാജ്യമാണ് നേപ്പാൾ. വേദങ്ങളിൽ പരാമർശമുള്ളതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായ നദി ഏതാണ്? സരസ്വതി. വേദങ്ങളിൽ പരാമർശമുള്ളതും ഇപ്പോൾ നിലവിലില്ലാത്തതുമായ നദിയാണ് സരസ്വതി. നർമ്മദയുടെ തോഴി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? താപ്തി. നർമ്മദയുടെ തോഴി എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ സവിശേഷതകളാണ്. കായലുകളും അഴിമുഖങ്ങളും കൂടുതലായി കാണപ്പെടുന്നു. ഈ പ്രദേശത്തെ നദികൾ ഡെൽറ്റകൾ രൂപവൽക്കരിക്കുന്നില്ല. താരതമ്യേന വീതി കുറഞ്ഞ തീരസമതലം.
അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കായലുകളും അഴിമുഖങ്ങളും കൂടുതലായി കാണപ്പെടുന്നു. ഈ പ്രദേശത്തെ നദികൾ ഡെൽറ്റകൾ രൂപവത്കരിക്കുന്നില്ല. താരതമ്യേന വീതി കുറഞ്ഞ തീരസമതലം. മാട്ടുപ്പെട്ടിയിലെ ഇൻഡോ സ്വിസ് പ്രോജക്റ്റിൽ ജന്മമെടുത്ത സങ്കര ഇനം പശുവേത്? സുനന്ദിനി. മാട്ടുപ്പെട്ടിയിലെ ഇൻഡോ സ്വിസ് പ്രോജക്റ്റിൽ ജന്മമെടുത്ത സങ്കര ഇനം പശുവാണ് സുനന്ദിനി. കേരളത്തിലെ ഏതാനും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുടെ പട്ടികയാണ് ഇനി പറയുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. അപ്പോൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. തവളക്കണ്ണൻ, കുളപ്പാല, ചിറ്റേനി എന്നിവ ഏത് വിളയുടെ തനതിനങ്ങൾക്ക് ഉദാഹരണമാണ്? നെല്ല്. തവളക്കണ്ണൻ, കുളപ്പാല, ചിറ്റേനി ഇതൊക്കെ ഏത് ഇനങ്ങൾക്ക് ഉദാഹരണമാണ്? നെല്ലിൻ്റെ തനത് ഇനങ്ങൾക്ക് ഉദാഹരണമാണ്. ജീവാണുവളമായി ഉപയോഗിക്കുന്ന ജലസസ്യമേത്? അസോള. ജീവാണുവളമായി ഉപയോഗിക്കുന്ന ജലസസ്യമാണ് അസോള. എന്തുമായി ബന്ധപ്പെട്ടതാണ് സെറികൾച്ചർ? പട്ടുനൂൽ കൃഷി. സെറികൾച്ചർ പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ് ട്രൈക്കോ കാർഡുകൾ? ജീവാണു കീട നിയന്ത്രണ മാർഗം. എന്തുമായി ബന്ധപ്പെട്ടതാണ് ട്രൈക്കോ കാർഡുകൾ? ജീവാണു കീട നിയന്ത്രണ മാർഗം. ഇനി ചുവടെ പറയുന്നവയിൽ മത്സരം എന്ന വിഭാഗത്തിലെ ജീവിബന്ധത്തിന് ഉദാഹരണം ഏത്? വിളകളും കളകളും. വിളകളും കളകളും എന്തിനുദാഹരണമാണ്? മത്സരം എന്ന വിഭാഗത്തിലെ ജീവിബന്ധത്തിന് ഉദാഹരണമാണ്. ഇന്ത്യയിൽ കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ച വർഷം 1973. ഇന്ത്യയിൽ കടുവ സംരക്ഷണ പദ്ധതി ആരംഭിച്ച വർഷം 1973. റെഡ് ഡേറ്റ ബുക്കിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച ജന്തു ഏതാണ്? സിംഹവാലൻ കുരങ്ങ്. റെഡ് ഡേറ്റ ബുക്കിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച ജന്തുവാണ് സിംഹവാലൻ കുരങ്ങ്. ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ചുമതല ആർക്കാണ്? ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ചുമതല ആർക്കാണ്? ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.